അനുമോളുടെ ഒരു 2 വീഡിയോ വെച്ച് തരാം. അതുപോലെ തന്നെ നമ്മുടെ അനീഷിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. അപ്പോൾ അനുമോളുടെ കുടുംബക്കാർ ഒരുപാട് സങ്കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ്, ബന്ധുക്കാരും ഒക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം മോശം കമൻ്റാണ് അനുവിന് ചെല്ലണത്. അനുവിന് വിഷമമില്ല, പക്ഷേ വീട്ടിലെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, അവരെ ബന്ധുക്കാർ, അവർക്കൊക്കെ ഭയങ്കര വിഷമമാണെന്ന് പറയുന്നത്. ഇത്രയധികം മാനസികമായിട്ട് അവർ ഇങ്ങനെയുള്ള കമൻറ്റുകൾക്കൊന്നും മാനസികമായിട്ട് അവർ തയ്യാറെടുത്തിട്ടില്ല. ഇങ്ങനെ ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വിഷമം അനുവിൻ്റെ കുടുംബക്കാർക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും നാൾ അനീഷിൻ്റെ പേര് പറഞ്ഞു കൊടുന്നില്ല. അനീഷിൻ്റെ പേര് പറഞ്ഞ് അനീഷിനെ പ്രശ്നം ഉണ്ടാക്കണം. അതുപോലെ തന്നെ തങ്കച്ചൻ്റെ പേര് പറയണം. അതുപോലെ തന്നെ നമ്മുടെ വേറൊരാളുടെ പേര് പറയണം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ജീവൻ്റെ പേര് പറയണം. ഇതിപ്പോഴൊക്കെ ഇപ്പോൾ പൊന്തി വന്നു. ഇവരൊന്നും ഉണ്ടായിരുന്നില്ല, പ്രേമലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പൊന്തി വന്നു. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരാളെങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് കിട്ടാനാണ് സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ ചോദിക്കുന്നത്? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വീഡിയോ കാണാം. നമ്മളോട് ഒരു ഇഷ്ടം പല രീതിയിലും കാണിച്ച ഒരാള് ആ ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് എനിക്കില്ലാത്ത ആളുകളാണോ എന്ന് തോന്നിപ്പോ. നമ്മുടെ ഫ്രണ്ട്സ് അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. അപ്പം അവർക്കറിയാം അനുവിന് ഇതൊക്കെ കണ്ടതിന് മൈൻഡ് ചെയ്തില്ല എന്ന്. പക്ഷെ എന്റെ പാരന്റ്സിനെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. ഒരിക്കലും മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ഒരിക്കലും മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അങ്ങനത്തെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ് ആണ് ഫേസ്ബുക്കിനകത്തോടെ, ഇൻസ്റ്റയിൽ അല്ല, അല്ല ഫേസ്ബുക്കിൽ തന്നെ ഇട്ടിരിക്കുന്നത് എന്നെ ഷിയാസ്കൊക്കെ പറ്റി. പക്ഷെ എനിക്കത് വായിക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം പറയുന്നവർ പറയട്ടെ, വിവരമില്ലായ്മ എന്ന് വിചാരിക്കാം. നമ്മളെ മലയാളികൾ ഇങ്ങനെ തന്നെയാണ്, പറഞ്ഞ കാര്യമില്ല. എന്ന് നന്നാവും ഈ ലോകം. അന്നിപ്പോൾ ബിഗ് ബോസിൽ ജീവൻ വന്നു. ജീവൻ വന്നപ്പോൾ അതിന് വലിയ പരിചയമൊന്നും കാണിച്ചില്ല, മാറി നിൽക്കാറുന്നു. ഇവർ തമ്മിൽ കല്യാണം കഴിക്കും, ഇവർ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ജീവൻ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളിപ്പോൾ പൊന്തി വന്നിരിക്കുക. തങ്കച്ചനായിട്ട് ആ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ തങ്കച്ചനാച്ച വല്ല വർഷാപ്പിലൊക്കെ പണിക്ക് പോവുക. ഇപ്പോൾ അതിൻ്റെ മെക്കട്ടിക്കും കയറിയിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനൊരു ആളെ കല്യാണം കഴിച്ചപ്പോൾ അത് തമിഴ്നാട്ടുകാരനായിപ്പോയി എന്നുള്ളൊരു കാരണത്തിൻ്റെ മുകളിൽ അവിടെയും ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആകെ 2 ദിവസമായുള്ളൂ. അപ്പോഴേക്കും ഇവരെ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇപ്പം നടക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പയ്യൻ വേഗം ചെന്നൈയിലേക്ക് ഓടി പോവും, അനുവിനെ വേണ്ടാന്ന് വെച്ചിട്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. അനുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ബോൾഡായ കാരണം ഇതൊക്കെ കേട്ട് നിൽക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ശക്തിയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ വേറെ വല്ല സ്ത്രീകൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വല്ല കടുങ്ങ ചെയ്ത് പോകും. അത്രയും വലിയൊരു പ്രശ്നം. ഒരു കല്യാണം കഴിച്ചാണ് പ്രശ്നം. അതിന് ഇവിടുന്ന് ഈ ചെന്നൈയിൽ ഒരു TV ഷോയ്ക്ക് പോയതാണ്. അവിടെ ആ TV ഷോയിൽ ഇവനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടതും അങ്ങനെ കല്യാണം ആലോചിച്ചതും മറ്റുള്ള കാര്യങ്ങൾ. പക്ഷേ ആ ഭാഗത്തേക്ക് അതിനും അധികം കടന്നിട്ടില്ല. എങ്ങനെ പരിചയപ്പെട്ടതെന്ന് എന്താ ഉണ്ടായെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യഥാർത്ഥമായിട്ട് ഉണ്ടായ സംഭവം അങ്ങനെയാണ്. ഇവിടുന്ന് ജഡ്ജായിട്ട് പോയതാണെന്നുണ്ട് ആ പ്രോഗ്രാമിൽ. അതിൽ മത്സരാർത്ഥിയായിട്ട് വന്നാണ് അവൻ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു കല്യാണം കഴിച്ചതിന് ഇവരെ തമ്മിൽ പിരിക്കാണ്ട് ഇപ്പോൾ എന്താ ആൾക്കാർക്ക് ഇത്ര വലിയ കുഴപ്പമാണ് ഞാൻ ചോദിക്കുന്നത്. അവർ ജീവിതം തുടങ്ങട്ടെ, അവർ 2 പേരും ജീവിക്കട്ടെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ ഉണ്ടെങ്കിലും അനുവിൻ്റെ പോലെ ഭാഗ്യമുള്ളൊരു പെൺകുട്ടി ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും തൊട്ടതെല്ലാം പൊന്നാക്കാന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റാം. അതുപോലെ തന്നെ ഞാൻ ഒരു കാരണവശാലും നമ്മുടെ അനീഷ് വിന്നറാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ അത് തന്നെയായിരുന്നു, അനീഷ് ജയിക്കണമെന്നായിരുന്നു. പക്ഷേ വോട്ടുകൾ കൂടുതൽ കിട്ടിയത് അനുമോൾക്കാണ്. അനുമോൾ ജയിച്ചു. ഓക്കെ, അത് വലിയൊരു ഭാഗ്യമല്ലേ. അതുപോലെ തന്നെ എത്ര പൈസ ഉദ്ഘാടനത്തിനും മറ്റുള്ള പോരും പരിപാടിയിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതുപോലെ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഒരു ലോട്ടറി കിട്ടിയാൽ പോലും ഇത്ര ഫേമസ് ആവില്ല നമ്മൾ. ഒറ്റ ദിവസം ഉണ്ടാവുന്നുള്ള പേപ്പറിൽ ഇന്ന ആൾക്കാർ കിട്ടിയെന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും ഭാഗ്യമുള്ളൊരു കുട്ടിയാണ്. അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വരുത്തി ഇനിയും നമ്മുടെ അനുമോൾക്ക് കേരളത്തിൽ നിന്ന് ഒരൊറ്റ ചെക്കനെ കിട്ടില്ല.
അനുമോളൊരു പ്രേമരോഗിയാണ്, എല്ലാവരും പ്രേമിക്കാനാണ്. ഒരാളെ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കിട്ടില്ല. അനുമോള് പോയിട്ട് ചെന്നൈയിൽ നിന്ന് നല്ലൊരു സുന്ദരനെ കൊണ്ടുവന്നില്ലേ? ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയുടെ വിഷമം ഇതൊക്കെയാണ്. അപ്പോൾ ഈ വിഷമം മാറാനായിട്ട് ഒരു രക്ഷയില്ല. ഇനി ഇവരിത് പറഞ്ഞ് ഒരു 4 ദിവസം കൂടി പറയായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ അനുമോളുടെ കാര്യങ്ങൾ അവരോട് വിട്ട് കളയും. പിന്നെ എപ്പോഴാണ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച അവർ തമ്മിൽ ഇല്ലാണ്ടാവുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയും ഇനിയിപ്പോൾ അനുവിൻ്റെ കൂടെ ഈ ഭർത്താവിനെ കാണാണ്ടാവുകയും തുടങ്ങിയാൽ അപ്പോൾ വീണ്ടും തുടങ്ങും. അപ്പോൾ കല്യാണം കഴിപ്പിക്കുന്നതും സോഷ്യൽ മീഡിയ, കല്യാണം വേണ്ടാന്ന് വയ്ക്കുന്നതും സോഷ്യൽ മീഡിയ, ഇവരൊക്കെ പിരിക്കുന്നതും സോഷ്യൽ മീഡിയ, എല്ലാം. സെലിബ്രിറ്റികൾക്ക് ഇപ്പോൾ ഈ നാട്ടിൽ ജീവിക്കാനേ പറ്റാത്തൊരു സ്ഥിതിയാണ്. കേരളത്തിൽ ജീവിക്കാനേ പറ്റില്ല. അത്മാതിരിന് ഇപ്പോൾ ഒരു കല്ലെടുത്ത് മുകളിലിട്ട് കഴിഞ്ഞാൽ അത് വന്ന് വീഴ ഒരു യൂട്യൂബർ മതിയാവും. ഒക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അനുമോൾക്ക് ഭാഗ്യമുള്ള കാരണം ഇവരെന്ത് കല്ലെറിഞ്ഞാലൊന്നും മേല് തട്ടില്ല എന്ന് വിശ്വസിച്ച് നമുക്ക് ഇരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.